കേരളത്തിൽ പിണറായി സർക്കാർ ഭരിക്കുന്ന ഗവൺമെന്റിലെ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ മണ്ഡലമാണ് നിലവിൽ പത്തനാപുരം. NSS യൂണിയനിലെ പ്രതിസന്ധിയും ഗണേഷ് കുമാറിന്റെ ജീവിത രാഷ്ട്രീയ ചരിത്രവും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. കേരളത്തിലെ KSRTC മാറ്റിമറിച്ചെന്ന് വീമ്പിളക്കുന്ന ഗതാഗത മന്ത്രി കൂടുതൽ KSRTC സർവീസുകൾ ആരംഭിച്ചത് പത്തനാപുരത്ത് മാത്രമാണ്. 2001 മുതൽ പത്തനാപുരത്തുനിന്ന് ജയിച്ച കെ.ബി. ഗണേഷ് കുമാറിനെ സ്വന്തം നാട് ചതിക്കില്ലെന്ന വിശ്വാസം ഇത്തവണ നഷ്ടപ്പെട്ടേക്കും. തനിക്ക് നേരെ ഉയർന്നുവന്ന രാഷ്ട്രീയ വെല്ലുവിളികളെ പണക്കൊഴുപ്പിന്റെ ബലം കൊണ്ട് തടുത്തു നിർത്തിയ മന്ത്രി ഗണേഷിന് ഇത്തവണ അടിതെറ്റിയേക്കും. കാരണം പത്തനാപുരത്ത് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജ്യോതികുമാർ ചാമക്കാലയാണ്. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ഒരു നിയമസഭാ മണ്ഡലമാണ് പത്തനാപുരം. പത്തനാപുരം താലൂക്കിലെ പത്തനാപുരം, പട്ടാഴി വടക്കേക്കര, പിറവന്തൂർ, തലവൂർ, വിളക്കുടി എന്നീ പഞ്ചായത്തുകളും കൊട്ടാരക്കര താലൂക്കിലെ മേലില, വെട്ടിക്കവല എന്നീ പഞ്ചായത്തുകളും ചേരുന്നതാണ് പത്തനാപുരം നിയമസഭാ മണ്ഡലം. കോൺഗ്രസ് ഇത്തവണ തെരഞ്ഞെടുപ്പ് തന്ത്രം മാറ്റിപ്പിടിക്കാനാണ് ശ്രമിക്കുന്നത്. പത്തനാപുരത്ത് സ്ഥിരതാമസമാക്കി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് ജ്യോതികുമാർ ചാമക്കാല. ഇത്തവണ രാഷ്ട്രീയം, സാമുദായികം, വികസനം, വിവാദം എല്ലാ ചേരുവകളും കളന്നിറഞ്ഞ് ഗണേഷിന് വെല്ലുവിളിയായിരിക്കുകയാണ്. കെ.ബി. ഗണേഷ് കുമാറിനെതിരെ കോൺഗ്രസ് നേതാവ് ചാണ്ടി ഉമ്മൻ നടത്തിയ ആരോപണങ്ങൾ പഴയ കേരള രാഷ്ട്രീയ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഉമ്മൻചാണ്ടിയുടെ ചിത്രമുള്ള ബോർഡുകൾ UDF മണ്ഡലത്തിലാകെ നിരത്തിയതും തെരഞ്ഞെടുപ്പിലൂടെ പ്രതിഷേധിക്കാൻ വേണ്ടി തന്നെയാണ്. സോളാർ ഗൂഢാലോചന കേസിലെ വിചാരണ കൊട്ടാരക്കര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നു വരികയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഇത് തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്ന ഗണേഷ് കുമാറിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. ഗണേഷ് കുമാർ പ്രസിഡന്റായിരുന്ന പത്തനാപുരം താലൂക്ക് NSS യൂണിയനുമായി ബന്ധപ്പെട്ടുയർന്ന സാമ്പത്തിക ക്രമക്കേടും വിവാദങ്ങളുമാണ് മറ്റൊരു പ്രധാന വിഷയം. പത്മ കഫേ നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച NSS നേതാവിന് ക്ഷേത്ര പരിസരത്ത് വെച്ച് മർദ്ദനമേറ്റിരുന്നു. പിന്നാലെ ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള യൂണിയൻ ഭരണസമിതി പിരിച്ചുവിടുകയും ചെയ്തു. ഇതിന്റെ പ്രതിഫലനമായി ഗണേഷ് കുമാറിന്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാകുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്ന ഭാര്യ ബിന്ദു മേനോന്റെ ആരോപണത്തിൽ നിയമ നടപടി ഒഴിവായെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഇത് ചർച്ചാ വിഷയമായേക്കും. ഭരിക്കുന്ന ഗവൺമെന്റിലെ ഒരു മന്ത്രിക്കെതിരെ ഇത്തരമൊരു ആരോപണം ഉണ്ടാകുന്നത് LDFിനേൽക്കുന്ന പ്രഹരം തന്നെയാണ്. 2021 ഗണേഷ് കുമാറിന്റെ ഭൂരിപക്ഷം പകുതിയാക്കി കുറച്ച കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ 5 വർഷം അവിടെ നടത്തിയ നിക്ഷേപം എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ആദ്യം 3 തവണ UDFിലും പിന്നീട് 2 തവണ LDFിലുമാണ് കേരള കോൺഗ്രസ് B ടിക്കറ്റിൽ ഗണേഷ് കുമാർ സ്വന്തം മണ്ഡലം സ്വന്തമാക്കിയത്. വിവാദങ്ങൾക്ക് പുല്ലുവില നൽകി KSRTCയുടെ വികസനം പറഞ്ഞ് മുന്നോട്ടു പോകുകയെന്ന തന്ത്രമാണ് ഗണേഷ് കുമാർ സ്വീകരിക്കുന്നത്. മന്ത്രി എന്ന നിലയിൽ KSRTCയിൽ നടപ്പാക്കിയ പരിഷ്കാരങ്ങളും പത്തനാപുരം കൈവരിച്ച വികസന നേട്ടങ്ങളും എണ്ണിപ്പറഞ്ഞാണ് ഗണേഷ് കുമാർ എത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ 6 നേടിയ UDF ചരിത്രത്തിലാദ്യമായി പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിലും വിജയിച്ചു. മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനും മാനേജ്മെന്റ് വിദഗ്ധനുമായ S. അനിൽകുമാറാണ് NDA സ്ഥാനാർത്ഥി. 2020 സീറ്റ് നൽകിയതിൽ BJP അണികൾ അമർഷത്തിലാണ്. BJPയുടെ അമർഷവും തെരഞ്ഞെടുപ്പ് വിധിയിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. മുന്നണിക്കുള്ളിലെ ഭിന്നതകൾ പാർട്ടികളുടെ വോട്ട് വിഹിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം. രാഷ്ട്രീയപരമായി ഗണേഷ് കുമാർ നേരിടുന്ന വെല്ലുവിളികൾ മണ്ഡലത്തിലെ തോൽവിയിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് തന്നെയാണ് പൊതുസമൂഹം ചിന്തിക്കുന്നത്.